ഒരു ചാനൽ ചർച്ച, ഒരു ആഗോളതാപനത്തെക്കുറിച്ച് ചർച്ച നടത്തുമ്പോഴും അവിടെ ഒരു BJPയുടെ പ്രതിനിധി വേണം എന്ന് ആരാണ് തീരുമാനിച്ചത്? അവിടെയാണ് വിഷയം. അപ്പോൾ എങ്ങനെയാണ് ഇവരൊക്കെ കയറി വന്നത്? ആരാണ് ഇവർക്ക് വിസിബിലിറ്റി കൊടുത്തത് എന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതായത് യഥാർത്ഥത്തിലുള്ള വസ്തുതകൾക്കപ്പുറത്തേക്ക് വൈകാരികതകൾ വാർത്തയായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വൈകാരികതകൾക്കാണ് കച്ചവട മൂല്യമുള്ളത് എന്നതിലും സംശയമില്ല. അതായത് ഈ വൈകാരികതകൾ ആണ് ആളുകൾക്ക് വേണ്ടത്, വാർത്ത വേണ്ട. നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ പോയാൽ പഴയ ദൂരദർശൻ വാർത്തകൾ കിട്ടും. വെറുതെ എത്ര നേരം നിങ്ങൾ ആ ദൂരദർശൻ വാർത്ത കണ്ടിരിക്കും. അതായത് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് വളരെ അനങ്ങാതെ, അതായത് കണ്ണിമ മാത്രം ഇങ്ങനെ വെട്ടിക്കൊണ്ട് വായിക്കുന്ന ദൂരദർശൻ വാർത്ത. പണ്ട് നമ്മളത് കണ്ടിരുന്നു, കാരണം നമുക്ക് വേറൊന്നും ഇൻഫോർമേഷൻ അറിയാൻ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളിൽ എത്ര പേർ എത്ര സമയം ആ വാർത്ത കണ്ടിരിക്കും? കാരണം നമുക്ക് വേണ്ട. നേരത്തെ പറഞ്ഞത് ശരിയാണ്, അജിംസ് പറഞ്ഞു. അതായത് സത്യം ഇല്ലാത്തതല്ല വിഷയം, സത്യം ആർക്കും വേണ്ടാത്തതാണ് പുതിയ കാലത്തെ പ്രശ്നം. അതായത് പ്രേക്ഷകർക്കും അത് വേണ്ട എന്ന് ആർക്ക് തോന്നുന്നു? ഈ മീഡിയാസിന് തോന്നുന്നു. ഇപ്പോൾ ജിൻഡോ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്ക് യോജിപ്പുണ്ട്. അതായത് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഒരു അജിംസ് പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങളെ പലപ്പോഴും സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു? മിസ്ഗൈഡ് ചെയ്യുന്നു എന്നാണ് അജിംസ് പറഞ്ഞത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഖ്യധാരാ മാധ്യമങ്ങളെ ചീത്തയാക്കിയിരുന്നു. പക്ഷെ സത്യത്തിൽ പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ ഫാക്റ്റ് ചെക്ക് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ട ഒരവസ്ഥ പുതിയ കാലത്തുണ്ട്. അതായത് എന്താണ് ഇത്, വാർത്ത ശരിയാണോ? സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വാർത്ത ശരിയാണോ എന്നറിയാൻ നേരെ പോയിട്ട് ചാനൽ വെക്കലാണ്. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ് പല വാർത്തകളും. അതായത് വാർത്ത ചാനലിൽ കണ്ട വാർത്ത ശരിയാണോ എന്നറിയാൻ സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. വാർത്തയുടെ കമൻറ്റ് ബോക്സും തപ്പും, നമ്മൾ കമൻറ്റ് ബോക്സിലും തപ്പും. അപ്പോൾ ചില ആളുകൾ, നല്ല മനുഷ്യന്മാർ പറയും നിങ്ങൾ തുറക്കണ്ട, ഇതാണ് വാർത്ത എന്ന് പറയും. ചില ആളുകൾ അങ്ങനെ പറയും. ഇപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവമുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞു. അതായത് PRDയിൽ ക്ലാസ് എടുക്കാൻ പോകും. അതായത് ഈ പുൽവാമ ആക്രമണം നടന്ന സമയത്ത് ആ ചാനലിലൊരു ബിഗ് ബ്രേക്കിംഗ് വന്നു. അതായത് കേരളത്തിലെ വിമാനത്താവളങ്ങളൊക്കെ അടച്ചു, ഇതാണ് വാർത്ത. അപ്പോൾ ഞാനന്ന് അബുദാബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ എയർപോർട്ടിൽ റൂമിൽ കടന്നിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ വാർത്ത വരുന്നത്. അപ്പോൾ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ വാർത്ത വന്നിട്ട് നിങ്ങൾ തിരിച്ച് പോകുന്നുള്ളൂ. വൈഫ് ഈ സദസ്സിലുണ്ട്, അതുകൊണ്ട് അതായത് നിങ്ങൾ തിരിച്ചു പോകുന്നോളൂ എന്ന് പറയാം. പിന്നെ ഈ വാർത്തയുടെ സത്യം അറിയാൻ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പോകുന്നത് വാട്സപ്പിലേക്കാണ്, ഞാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. അപ്പോൾ അറിയുന്നത് അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നാണ്. കാരണം വളരെ കൃത്യമായിട്ട് അതിനകത്ത് ആളുകൾ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഗതികളും നിലവിലുള്ള മാപ്പടക്കം എന്ത് വരികയാണ്? വാട്സപ്പിൽ വരികയാണ്. അപ്പോൾ ചാനലിൽ വന്ന വാർത്തയുടെ ഒരു സത്യം അറിയാൻ വരെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പോകേണ്ട ഒരു ഗതികെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്.